ഞാൻ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ കുറിച്ചി 9ാം തരം വിദ്യാർത്ഥിയാണ്. പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം. എല്ലാ വർഷവും മെയ് 22-ന് നാം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 ഡിസംബറിൽ നടന്ന ജനറൽ അസംബ്ലിയിൽ എല്ലാ വർഷവും മെയ് 22-ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചു. ഈ വർഷം നാം 25ാമത് ജൈവ വൈവിധ്യ ദിനം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും, അതായത് ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ജൈവ വൈവിധ്യ ദിന പ്രമേയത്തെ ആസ്പദമാക്കി ആചരിക്കുകയാണ്. ജൈവ വൈവിധ്യ നഷ്ടം നമ്മെ പല തരത്തിലാണ് ബാധിക്കുന്നത്. ഈ ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ പരിസരത്തുള്ള ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അതായത് ഒരു കൊച്ചു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ കരയിലെ ആവാസ വ്യവസ്ഥ എന്നാണ്. അപ്പോൾ എൻ്റെ പരിസരത്തുള്ള ഒരു കൊച്ചു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തെ നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തുകയാണ്. ഓരോരോ മരങ്ങളും ഓരോരോ ചെടികളും ആ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ചെടികൾ മാത്രമല്ല, അണ്ണാന്, പൂമ്പാറ്റകൾ, പൂമ്പാറ്റ, മരങ്ങൾ, കടന്നൽ, തേനീച്ച, ആമകൾ, പാമ്പുകൾ, അങ്ങനെ ഉരകജീവികളും പക്ഷികളും തവള, അങ്ങനെ എല്ലാ ജീവികളും ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക്, അത് നമ്മുടെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലേക്ക് കടക്കാം. ഇതാണ് ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗം. ഇതിൻ്റെ പേര് ഇരഞ്ഞി. ഇത് ദേവവൃക്ഷമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് 60 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇതിൻ്റെ കായ്കൾ ഭക്ഷിക്കാനായിട്ട് പലതരം കിളികളും കാക്കകളും ഉണ്ട്. അതുപോലെ തന്നെ നാട്ടുപക്ഷികളും മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികളും ഇവിടെ കൂടുകൂട്ടുന്നുണ്ട്. ഇതിൻ്റെ പൂവിരുന്ന് സുഗന്ധമാണെന്നറിയാമോ? ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഈ തോടിനുള്ളിൽ പലതരം ഉറുമ്പുകളും ചെറിയ ചെറിയ ചിലന്തികളും സൂക്ഷ്മജീവികളും എല്ലാം ഇതിനുള്ളിൽ വസിക്കുന്നുണ്ട്. ഈ തോടിൻ്റെ ഇടയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സൈസുള്ളതാണ്. ഉറുമ്പുകൾ പോകുന്ന കണ്ടോ? ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഇതാണ് ഉറുമ്പ്. ചെറിയ ചെറിയ ഉറുമ്പുകൾ നമുക്ക് കാണാൻ പറ്റില്ല, സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചെറിയ ആവാസ വ്യവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ആവാസ വ്യവസ്ഥയല്ല, രണ്ടാമത്തെ പാർട്ട്, ആവാസ വ്യവസ്ഥയുടെ ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് നോക്കാം. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഇത് വാഗ എന്നറിയപ്പെടുന്ന ഒരു മരമാണ്. ഇത് കാറ്റത്ത് 3 വർഷം മുമ്പ് കടപുഴകി വീണു. അതിനോടനുബന്ധിച്ച് ഇത് മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഈ മരക്കുറ്റി ജീർണിച്ചപ്പോൾ അതിലുണ്ടായ ഔഷധ സസ്യങ്ങളും ശവോപജീവികളുമാണ് ഈ കാണുന്നത്. ഇതാണ് കൂൺ. ഇതൊരു ശവോപജീവിയാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന വളം, ഇതിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾ ഇത് വലിച്ചെടുക്കുന്നു. ആ വസ്തുക്കൾ ഈ ഔഷധ ചെടികൾക്കും ലഭിക്കുന്നു. മ്യൂച്വലിസ്റ്റ് രണ്ടുപേർക്കും ഉപകാരമാവും. ഇനി നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ഇതാണ് ഒരാൾ. ഇതിൻ്റെ പേരാണ് കൊടങ്ങൽ. കൊടങ്ങൽ നാട്ടുബ്രഹ്മി എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിശക്തിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. ഇത് കല്ലുരുക്കി, കിഡ്നിയിലെ സ്റ്റോൺ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് തൊട്ടാവാടി, പനി, അതിസാരം, വയറിളക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു.
ഇത് ഞൊട്ടാഞൊടിയൻ അല്ലെങ്കിൽ ഞൊടിഞ്ഞെട്ട ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇത് കീഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിനുള്ള ഒറ്റമൂലിയാണ്. പൂവാങ്കുറുനില മുക്കുറ്റിയും ഉണ്ട്, അത് അപ്പുറത്താണ് ഉള്ളത്. അന്നമാണ് ഔഷധം. മുക്കുറ്റി സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് സമൂലം അരച്ച് വെള്ളത്തിൽ ചാലിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗ നിയന്ത്രണത്തിനായിട്ടാണ് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പകുതി രോഗങ്ങളും, മനുഷ്യൻ്റെ പകുതി രോഗങ്ങൾ, 50% രോഗങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തെ ബേസ് ചെയ്തിട്ടാണ്. മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയ്ക്കായി പച്ചക്കറികളിൽ വിഷം അടിയുന്നു. ആ പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ ആ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെയും ഒന്നുകിൽ നമ്മുടെ ജീവിതത്തെയും താറുമാറാക്കി കളയുന്നു. ഇതിനൊക്കെയുള്ള ഔഷധങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. നമ്മൾ പ്രകൃതിയിലേക്ക് ഉറ്റു നോക്കൂ, ഇവയെല്ലാം കാണാം. നമ്മുടെ പരിചരണമേൽക്കാതെ വളരുന്ന എത്രയോ സസ്യങ്ങളുണ്ട്. അവയിൽ ഒരു വിഭാഗമാണ് ഈ ഔഷധ സസ്യങ്ങൾ. അവ മണ്ണിൽ ജലാംശത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ്. മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു.